അയ്യപ്പ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അക്ഷയ കാറ്ററിംഗ് തൊടുപുഴ, കോസ്പോൺസേഡ് ബൈ വുഡ്ലാൻഡ് പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടൽ തൊടുപുഴ. കാൽനൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ആഘോഷങ്ങൾ ഏതുമാവട്ടെ, എല്ലാത്തരം വെജ് നോൺ വെജ് വിഭവങ്ങളും പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നു. നിങ്ങളുടെ നാവിലെ രസമുകുളങ്ങളെ തൊട്ടുണർത്തുന്ന രുചി വൈവിധ്യങ്ങൾ, സ്വാദിൽ ഒരൽപ്പം പോലും വിട്ടുവീഴ്ചയില്ലാതെ, പാരമ്പര്യ തനിമ നഷ്ടപ്പെടാതെ വിഭവസമൃദ്ധമായി നിങ്ങളുടെ ആഘോഷങ്ങളെ വരവേൽക്കൂ. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴയ്ക്കൊപ്പം ഫോൺ 9744406785. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ഹൈറേഞ്ചിന്റെ കവാടമായ തൊടുപുഴയിൽ രുചിവൈവിധ്യങ്ങളുടെ നിറക്കലവറയായി വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ. കൈപ്പുണ്യത്തിന്റെ മികവ് തെളിയിച്ചുകൊണ്ട് വിവിധയിനം ദോശകൾ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ് എന്നിങ്ങനെ കലർപ്പില്ലാത്ത വെജിറ്റേറിയൻ വിഭവങ്ങൾ. ഗ്രഹാതുരത്വം തുളുമ്പുന്ന അന്തരീക്ഷത്തിൽ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ, തൊടുപുഴ മൂവാറ്റുപുഴ റോഡ്, മടക്കത്താനം, കൊച്ചങ്ങാടി. ഇരട്ടി മധുരവുമായി വുഡ്ലാൻഡ് സ്വീറ്റ്സ് എന്ന മധുരക്കലവറയിൽ. ഞങ്ങളുടെ മറ്റൊരു സഹോദര സ്ഥാപനം വിജയ ബ്രിക്സ്, മടക്കത്താനം, കൊച്ചങ്ങാടി. സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ, ഹരിഹരസുതനേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ, ഹരിഹരസുതനാനന്ദരിത്തനയ്യനയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ. ഇന്ന് നാം എത്തിച്ചേരുന്നത് 45ാമത് എപ്പിസോഡിലേക്കാണ്. 45ാമത് എപ്പിസോഡിൻ്റെ ഒരു പ്രത്യേകത, ഇന്ന് മണ്ഡല ഉത്സവത്തിന് ശേഷം തിരുനട തുറക്കുകയാണ്. വൈകുന്നേരം 5 മണിക്ക്. വൈകുന്നേരം 5 മണിക്ക് തിരുനട തുറന്നാൽ വീണ്ടും അത് ഉത്സവശേഷം അവസാനിക്കുന്നത്, വീണ്ടും നട അടയ്ക്കുന്നത് ജനുവരി മാസം 20-ാം തീയതി വൈകിട്ടാണ്. 20-ാം തീയതി നട അടച്ചു കഴിഞ്ഞാൽ ഉത്സവം അഥവാ മണ്ഡല മകരവിളക്ക് സീസൺ പൂർണ്ണമായും അവസാനിക്കുന്നു. ആ കാലഘട്ടത്തിൽ നമുക്ക് ഓർമ്മിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞാണ് അവസാനിപ്പിച്ചത്. എന്തൊക്കെയാണ്? കേരളത്തിൽ ശബരിമല ക്ഷേത്രം തീവച്ച് നശിപ്പിച്ചു എന്നതിനേക്കാൾ ഉപരി വിശ്വാസരഹിതരായി വസിക്കുന്നതിന് നിർബന്ധം ചെലുത്തുന്ന തരത്തിലേക്കാണ് ഭരണാധികാരികൾ ഒരു സമൂഹത്തെ മാറ്റി നിർത്തുന്നത്. ഇതിനാണ് മാറ്റം ഉണ്ടാവേണ്ടുന്നത്. 3 മതവിഭാഗങ്ങളിൽപ്പെട്ടവരും സഖാക്കളാണെങ്കിൽ അതിലൊരു സഖാവിന് മാത്രമേ അയാളുടെ വിശ്വാസം പൂർത്തീകരിക്കുന്നതിന് തടസ്സമുള്ളൂ. മുഹമ്മദും മത്തായിയും മാധവനും 3 സഖാക്കളാണ്. മുഹമ്മദിന് 5 നേരം നിസ്കരിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. അയാൾക്ക് വീട്ടിൽ വെച്ച് അയാളുടെ വിശ്വാസങ്ങൾ പൂർത്തീകരിക്കാം. അതല്ല, പള്ളിയിൽ പോകണമെങ്കിൽ പോകാം, നോ ഒബ്ജക്ഷൻ. മത്തായി സ്വന്തമായിട്ടൊരു വീട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീട് വെഞ്ചരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പുരോഹിതനെ കൊണ്ടുവന്നുള്ള നടപടികൾ ചെയ്യുന്നതിന് യാതൊരു തടസ്സവുമില്ല. അവിടെ മാധവൻ ഒരു വീട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ കയറി താമസിക്കുന്നതിന് ഒരു ഗണപതി ഹോമം നടത്തിയാൽ, ഒരു നിലവിളക്ക് കത്തിച്ചാൽ അതിനെ എതിർക്കാൻ തയ്യാറാകുമ്പോൾ ഇവിടെ വർഗീയത ആരുടെ കയ്യിലാണ് ഉള്ളത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഞാനിങ്ങനെ തിരിച്ചു പറഞ്ഞതുകൊണ്ട് സ്വാമി വർഗീയ വിഷമാണ് ഛർദ്ദിക്കുന്നതെന്ന് പറയും നാളെ ഇത് കേൾക്കുന്നവരിൽ ചിലരെങ്കിലും എന്ന് മനസ്സിലാക്കിക്കൊണ്ടും അറിഞ്ഞുകൊണ്ടും ആരെങ്കിലും ഒരാളെങ്കിലും പറയണ്ടേ സത്യം. ആർക്കും സത്യം അറിയില്ലാത്തത് കൊണ്ടല്ല, അത് പറയാനുള്ള കെൽപ്പ് ഇല്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും നാം നമ്മുടെ പലതിനെയും ഉപേക്ഷിക്കേണ്ടി വരുന്നത് എന്നോർമ്മിക്കുക. പക്ഷെ ശബരിമലയുടെ കാര്യത്തിൽ മാത്രം ശബരിമല തീർത്ഥാടനത്തിന് സഖാക്കൾ പോകുന്നത് വിലക്കാനുള്ള ധൈര്യം പാർട്ടിക്ക് ഇല്ലാത്തതുകൊണ്ട് അതിന് തയ്യാറായി, പക്ഷെ അത് ഫലിക്കുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് പാവങ്ങളുടെ പടത്തലവൻ
കെ ഗോപാലൻ തന്നെ പറഞ്ഞത് സഖാവ് അയ്യപ്പനെ കാണാൻ പോകുന്നതിൽ തെറ്റില്ല എന്ന്. ആ സഖാവ് അയ്യപ്പൻ്റെ സർവനാശത്തിനും വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ പല രീതിയിലുള്ള പ്രവൃത്തികൾ ചെയ്തിരുന്നത് എന്നോർക്കണം. ഇപ്പോൾ ശബരിമലയ്ക്ക് പോകുന്ന സഖാക്കൾ പോലീസിൻ്റെ ഇപ്പോഴത്തെ ഈ വർഷത്തെ പ്രവർത്തനത്തെ നിങ്ങളൊന്ന് അപഗ്രഥിച്ചിട്ട് 2018 പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വരണം എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. 2018 നാമജപം എന്ന് പറയുന്നത് നിഷിദ്ധമായ കർമ്മമായിരുന്നു. നാമജപത്തിനെതിരെ കേസെടുക്കുന്നു, തെറിയാണ് എന്ന് പറഞ്ഞ നേതാക്കന്മാർ CPM-നുള്ളിലുണ്ട്. ഞാൻ പാർട്ടിയുടെ പേരെടുത്ത് പറഞ്ഞു തന്നെ പറയുകയാണ്. നാമജപം എന്ന് പറയുന്നത് ഒരിക്കലും ചീത്ത പറയുന്നതാവില്ല സഖാവേ. നാമജപത്തിലാണ് ഈ സമൂഹം നിലനിൽക്കുന്നത്. അത് മനസ്സിലാക്കുന്നതാണ് നല്ലത്. എന്തായാലും ആ ഒരു മാറ്റം, ഇന്ന് പോലീസ് സേനയ്ക്കുണ്ടായിട്ടുള്ള മാറ്റം, അതിന് പിണറായി വിജയൻ ആണ് കാരണക്കാരൻ എന്നൊന്നും പറഞ്ഞാൽ സമ്മതിക്കാൻ നിവൃത്തിയില്ല. അവരനുഭവിച്ചിരിക്കുന്നു, അവർ ബോധ്യപ്പെട്ടിരിക്കുന്നു, ചെയ്തത് തെറ്റാണ് എന്നുള്ള ബോധ്യം അവരുടെ ഉള്ളിലുണ്ട്. എന്തായാലും ശബരിമല തീർത്ഥാടനത്തിൽ ഈ വർഷം 2024-25 എന്ന് പറയുന്ന ഈ വർഷം ശബരിമലയിൽ എത്തിയ തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ പോലീസുകാരുടെ വേഷവും അതോടൊപ്പം തന്നെ പെരുമാറ്റവും, ഭക്തജനങ്ങളോട് അവർ കാണിക്കുന്ന ഒരു ഐകമത്യ ഭാവവും തീർച്ചയായിട്ടും ഭഗവാൻ അയ്യപ്പസ്വാമിയുടെ മുമ്പിൽ നിങ്ങൾക്ക് ഒരു അനുഗ്രഹ സാധ്യത ചൂണ്ടിക്കാണിക്കേണ്ടി വരികയാണ്. ഞാനിത് വ്യക്തമാക്കിയത് 60-65 വർഷത്തിൽ കൂടുതലായി ശബരിമലയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളെന്നുള്ള നിലയിലും അന്നത്തെ സാഹചര്യത്തിലെ പോലീസിൻ്റെ പ്രവൃത്തിയെ സംബന്ധിച്ച് അറിയാവുന്നതും കൊണ്ടാണ്. പോലീസിന് വളരെ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ലഭിച്ചിരുന്നു. ശബരിമല തീർത്ഥാടന കാലത്ത് ഏതെല്ലാം തരത്തിലുള്ള പെരുമാറ്റങ്ങളാണ് വേണ്ടുന്നത് എന്നുള്ള നിലയിൽ ഒരു കൈപ്പുസ്തകം ഇവർക്ക് കൊടുത്തിരുന്നു. അന്നത്തെ 2018 കാലത്തിൽ ഈ കൈപ്പുസ്തകം കൊടുത്തിരുന്നത് സ്വാമിമാരെ ഒരു കാരണവശാലും സ്വാമി എന്ന് വിളിക്കരുതെന്ന് എന്നാണ്. കഴുതയെ പോലും സ്വാമി എന്ന് വിളിച്ചിരുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അന്ന് മലമൂത്ര വിസർജനത്തിന് സൗകര്യമില്ല, റോഡിൽ തന്നെയാണ് ഈ കാര്യങ്ങൾ ചെയ്തിരുന്നത്. മലം കിടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അതിന് പോലും പറഞ്ഞിരുന്നത് കൂവസ്വാമി എന്നാണ്. ഏത് നികൃഷ്ട വസ്തുവിനെ പോലും, നികൃഷ്ടമായൊരു സാധനത്തെ പോലും സ്വാമി എന്ന് ചേർത്ത് വിളിക്കുന്നതും അതേപോലെ തന്നെ ഏറ്റവും പരിശുദ്ധമായതിനെയും സ്വാമി എന്ന് തന്നെയാണ് വിളിച്ചിരുന്നത് എന്ന് മറക്കരുത്. പോലീസുകാർക്ക് കർശനമായി കൊടുത്തിരുന്ന നിർദ്ദേശം, ഒരു കാരണവശാലും സ്വാമിമാരെ സ്വാമി എന്ന് വിളിക്കാൻ പാടില്ല. നിങ്ങൾ ഫുൾ യൂണിഫോമിൽ തന്നെ വേണം സന്നിധാനത്തുണ്ടാവാൻ. ഫുൾ യൂണിഫോം എന്ന് പറഞ്ഞാൽ ബെൽറ്റ്, ക്യാപ്പ് എന്നിവ നിർബന്ധമായിട്ടും ഉണ്ടാവണം, ഷൂസും വേണം. 2018 വളരെ കൃത്യമായിട്ടും പോലീസിനെ കൊണ്ട് ഈ വേഷം കെട്ടിച്ചാണ് വന്നിരുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ശബരിമലയിൽ സേവനത്തിന് വരുന്ന പോലീസിന് ലഭിച്ചിരുന്ന നിർദ്ദേശം എന്ത് എന്ന് ചോദിച്ചാൽ, അവർക്ക് ബെൽറ്റ് കെട്ടേണ്ടതില്ല, ഷർട്ട് ഇൻ ചെയ്യേണ്ടതില്ല, ബെൽറ്റിന് പകരം ഒരു തോർത്ത് എല്ലാവരും കരുതിയിരിക്കണം, ആ തോർത്ത് അരയിൽ കെട്ടിയിരിക്കണം. ഇത് നിർദ്ദേശമായിരുന്നു. ശിങ്കാരവേലു എന്ന് പറയുന്ന പോലീസിൻ്റെ ഏറ്റവും ടോപ്പ് മേലധികാരിയായിരുന്ന ആ സാഹചര്യത്തിൽ അദ്ദേഹം, അയ്യപ്പ ഭക്തനായിരുന്ന അദ്ദേഹം പുറപ്പെടുവിച്ച ആ ഒരു കടലാസ്, അത് എത്രയോ കാലം അതേപോലെ തന്നെ തുടർന്നിരുന്നു. ഏവരുടെയും ഓർമ്മയിൽ സ്ഥിരമായി ശബരിമലയിൽ തന്നെ ഉണ്ടായിരുന്ന, ശബരിമല തീർത്ഥാടനക്കാലം പൂർണ്ണമായും ശബരിമലയിൽ ഉണ്ടായിരുന്ന ഒരു ഭക്തനായ DGP നമുക്കുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഓർമ്മിക്കാതെ പോകാൻ നിവൃത്തിയില്ല. അതായിരുന്നു AV സുബ്ബറാവു. വളരെ അടുത്തറിയാവുന്നത് കൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പരാമർശിച്ചത്, AV സുബ്ബറാവു. വീണ്ടും ശബരിമലയിലെ ഏറ്റവും
ശ്ലാഘനീയമായ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത അന്നത്തെ കാലത്തെ ഒരു DIG ഉണ്ടായിരുന്നു. ഈ 2018 തൊട്ട് മുമ്പുണ്ടായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം ശബരിമലയിൽ സ്പെഷ്യൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്നു. ഏവർക്കും അറിയാം, ശ്രീ P. വിജയൻ. പുണ്യം പൂങ്കാവനം എന്ന് പറയുന്ന സ്വപ്നതുല്യമായ ഒരു പദ്ധതിക്ക് ശബരിമലയിൽ തുടക്കം കുറിച്ച മാന്യ വ്യക്തിയാണ് ശ്രീ P. വിജയൻ IPS. ആ രീതിയിൽ ഇപ്പോൾ ശബരിമലയുടെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥൻ ശ്രീ ശ്രീജിത്ത്, ഇവരെല്ലാവരും അയ്യപ്പനെ പൂർണ്ണ വിശ്വാസത്തോടുകൂടി അംഗീകരിക്കുന്നവരും വിശ്വാസികളുമാണ്. തനിക്കിഷ്ടമില്ലെങ്കിൽ വരാതിരിക്കാം. പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ സങ്കടമുണ്ടാക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയാം. ഭരണ സംവിധാനമുണ്ട്, അതിൽ ഞങ്ങൾ അഗ്രഗണ്യരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരും ക്ഷണിക്കാതെ അയ്യപ്പൻ്റെ സവിധത്തിലേക്ക് വന്ന് തീർത്ഥജലം കയ്യിൽ ലഭിച്ചാൽ അത് ഹാൻഡ് വാഷാണ് എന്നുള്ള ധാരണയിൽ രണ്ട് കൈ കൊണ്ടും കൂട്ടി തിരുമ്മി കളയുന്ന ശുംഭന്മാരും നമ്മുടെ ഭരണ സംവിധാനത്തിലുണ്ട്. അല്ലെങ്കിൽ നേരിട്ട് വന്ന് ഒരിടത്തേക്ക് മാറി കൽത്തൂണ് മാതിരി അങ്ങനെ നിൽക്കുന്ന ഒരു വിശേഷം. എന്തിനു വേണ്ടി? നിങ്ങളെ ആരും ക്ഷണിക്കുന്നില്ലല്ലോ. അയ്യപ്പസ്വാമിയെ കാണാനായിട്ട് താല്പര്യമില്ലെങ്കിൽ ഞങ്ങൾ ഭരണാധികാരികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് വന്ന് കൂടുതൽ അലോസരം ഉണ്ടാക്കാതിരിക്കുന്നതല്ലേ നല്ലത് എന്ന് ചിന്തിച്ചു നോക്കുക. ഏതായാലും ശബരിമലയുടെ ഈ വർഷത്തെ 2024-25 എന്ന് പറയുന്ന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലത്തിൽ വീണ്ടും ഞാൻ ഒന്നുകൂടി ആവർത്തിച്ച് പറയുകയാണ്, ഈ കാലത്തിൽ ശബരിമലയിൽ സേവനം അനുഷ്ഠിക്കുന്ന പോലീസ് അധികാരികളെ സംബന്ധിച്ചിടത്തോളം പരാതികൾക്കിടം കൊടുക്കാതെ നല്ല നിലയിൽ അവർ പ്രവർത്തിക്കുന്നു എന്ന കാര്യത്തിൽ അങ്ങേയറ്റം സന്തോഷമുണ്ട്. ഏതായാലും ഇന്നത്തെ ആ ഒരു സാഹചര്യം നമ്മൾ ഒന്നുകൂടി അവലോകനം ചെയ്യേണ്ടതായുണ്ട്. നിലയ്ക്കലാവട്ടെ, അതോടൊപ്പം എല്ലാ സ്ഥലത്തും എരുമേലില് ശബരിമലയ്ക്ക് വരുന്ന തീർത്ഥാടകർ തമ്പടിക്കുന്ന മുഴുവൻ സ്ഥലങ്ങളിലും ബുദ്ധിമുട്ട് ഉണ്ടാക്കിക്കൊണ്ടും കത്തിച്ചു വച്ചിരിക്കുന്ന നിലവിളക്ക് കാലുകൊണ്ട് തൊഴിച്ചു മാറ്റിയ പോലീസ് അധികാരിയും അയ്യപ്പൻ്റെ ഫോട്ടോ എടുത്തെറിഞ്ഞ പോലീസ് അധികാരിയും ഇപ്പോൾ ഏറ്റവും ഉന്നത പദവിയിലാണ് ഇരിക്കുന്നത് എങ്കിലും അനുഭവത്തിലേക്ക് ഏതു സമയത്താണ് വീഴുന്നതെന്ന് നമുക്ക് നോക്കിക്കാണാൻ സാധിക്കട്ടെ. അതിൽ കൂടുതൽ അതിനെക്കുറിച്ച് പറയുന്നില്ല. എന്തായാലും ഇതെല്ലാം ശബരിമല തീർത്ഥാടകരെ അങ്ങേയറ്റം ബുദ്ധിമുട്ടിച്ചിരുന്ന 2018 എക്കാലത്തും തീർത്ഥാടകരുടെ ഉള്ളിൽ സൂക്ഷിക്കണം എന്ന് ഞാൻ തുടക്കത്തിൽ ചൂണ്ടിക്കാണിച്ച ഒന്ന് രണ്ട് സംഭവങ്ങൾ മാത്രം വീണ്ടും ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും സനാതനധർമ്മത്തിൻ്റെ ചുവട്ടിൽ വെച്ച് തകർക്കാൻ തയ്യാറായ ശബരിമലയിലെ സ്ത്രീ പ്രവേശനം സംബന്ധിച്ച വിധി അതോരോരുത്തരും പ്രത്യേകം മനസ്സിലാക്കണം. ശബരിമലയിലാകെ ഒരു പ്രത്യേക കാലഘട്ടത്തിലുള്ള റെസ്ട്രിക്ഷൻ മാത്രമേ ഏർപ്പെടുത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അത് പൂർണ്ണമായിട്ടും ഒരു മനുഷ്യജന്മം മുഴുവനും ക്ഷേത്രത്തിൽ പ്രവേശിക്കരുത് എന്നല്ല ആചാരങ്ങളിൽ അനുഷ്ഠാനങ്ങളിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇത് ഒന്നാമത്തെ കാര്യം. ആ വിധി പ്രസ്താവിച്ച ദിവസം 2018 സെപ്റ്റംബർ 18. അതുകൊണ്ട് തന്നെ ഇതിനെ സംബന്ധിച്ചിടത്തോളം ആചാര ധ്വംസന ദിനമായി 2018 സെപ്റ്റംബർ 28 നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ധ്വംസിക്കാനായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട ദിവസം എന്ന നിലയിൽ ആ ദിവസം നമ്മുടെ ഉള്ളിൽ പ്രത്യേകം സൂക്ഷിക്കണം. ഇതിനെതിരായിട്ട് ഒരു ബഹുജന പ്രക്ഷോഭത്തിന് തയ്യാറെടുത്തുകൊണ്ട്
ആരുമാരും ആഹ്വാനം ചെയ്യാതെ സ്വയമേവ വീരമണികണ്ഠൻ്റെ കളിത്തൊട്ടിലേക്ക് ഓടിയെത്തിയത് പന്തളത്തേക്ക്, പന്തള രാജകുമാരൻ്റെ സവിധത്തിലേക്ക്, പന്തളം കൊട്ടാരത്തിലേക്ക്, അഥവാ അവിടുത്തെ അയ്യപ്പ ക്ഷേത്രത്തിലേക്ക് ഓടിയെത്തിയത് 1000-ങ്ങളോ 2000-ങ്ങളോ 10,000-ങ്ങളോ അല്ല, ഏതാണ്ട് 1,00,000-ത്തിലേറെ അമ്മമാരാണ്, സ്ത്രീകളാണ്. അത് ഒക്ടോബർ മാസം 2-ാം തീയതിയാണ്. അതുകൊണ്ട് ഇനി വരുന്ന ഒക്ടോബറുകളിലെ 2-ാം തീയതിയെല്ലാം അന്നൊരു പ്രത്യേകത സാധാരണ നിലയിൽ ഇതിനോടനുബന്ധമായി വ്യക്തമാക്കുന്നത് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി എന്ന നിലയിലാണ്. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഗാന്ധി ജയന്തി എന്നതിനേക്കാൾ ഉപരി നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിക്കുന്ന ശബരിമല അയ്യപ്പനെ ശോഭകേടിൽ നിന്ന് രക്ഷിക്കാൻ കിട്ടിയ ദിവസം എന്ന നിലയിൽ ഒക്ടോബർ 2 വിശ്വാസ സംരക്ഷണ ദിനമായി കേരളമല്ല, ഭാരതമല്ല, ലോകം മുഴുവനും ആചരിക്കാൻ തയ്യാറാവണം. യാതൊരു ബന്ധവുമില്ല എന്ന് വിചാരിച്ചിരുന്ന ആഫ്രിക്കൻ നാടുകളിൽ പോലും ഈ വിഷയത്തിൽ പ്രതികരണവും പ്രതിഷേധവും ഉണ്ടായി. ലോകമെമ്പാടും ഇത് സംബന്ധിച്ചിട്ടുള്ള പ്രതികരണമുണ്ടായി. ഈ ചെയ്തിരിക്കുന്നത് തെറ്റാണ്, സനാതന ധർമ്മത്തിനെതിരെ ഈ കൊണ്ടുവന്ന നടപടിക്രമം തെറ്റാണ് എന്ന് പറയുന്ന അവസ്ഥ പ്രതികരണമുണ്ടായി എന്ന് മാത്രമല്ല, പലരും പലയിടത്തും സമരമാർഗങ്ങളിലേക്ക് ജനങ്ങൾ തിരിയുകയും ചെയ്തു. വിഭിന്നങ്ങളായ വിശ്വാസികൾ അവർ അതിനെതിരെ ശക്തമായി പ്രതികരിക്കാനും തയ്യാറായി. ഈ അവസരത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണേണ്ടുന്ന ഒന്ന്, വിശ്വാസ സംരക്ഷണ ദിനമായി ഒക്ടോബർ 2 എക്കാലത്തും നമ്മുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. അത് ശബരിമല സംബന്ധമായിട്ടെടുത്ത ആ വെർഡിക്റ്റിൻ്റെ വിധിയുടെ അതിൻ്റെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സൂക്ഷിക്കുന്ന ആ പ്രതികരണം നമ്മുടെ മരണം വരെ നമ്മുടെ ഉള്ളിൽ നിന്ന് മാറരുത് എന്നാണ് അതിനെക്കുറിച്ച് വ്യക്തമാക്കാനുള്ളത്. ഇനിയും ശബരിമലയിൽ ഏറെ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ വിധി നിൽക്കുന്നതേയുള്ളൂ. നിലവിൽ സുപ്രീം കോടതിയിൽ നിന്നുള്ള വിധി, ആ വിധിക്ക് ഫുൾ കോർട്ടിൻ്റെ റഫറൻസിലേക്ക് നീക്കിയിരിക്കുന്നതുകൊണ്ട് ആ വിധി നിലവിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ടതിന് തുല്യമായിട്ടാണ് നിൽക്കുന്നത്. ഇല്ലെങ്കിൽ സമാധാനപൂർണമായ ഒരു തീർത്ഥാടനം 18-ന് ശേഷം നമുക്ക് സാധ്യമല്ലാതെ വരുമായിരുന്നു. ഇപ്പോഴിനി സുപ്രീം കോടതിയുടെ ഫുൾ ബെഞ്ച് എടുക്കുന്ന തീരുമാനം എന്തോ ആ തീരുമാനമാണ് ഭാവിയിൽ നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത് എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ ഇനി മഹിഷികളെ വേഷം കെട്ടിച്ചു കൊണ്ടുവരുന്ന നടപടികളിലേക്ക് കടക്കുകയില്ല എന്ന് നമുക്ക് വിചാരിക്കാം, വിശ്വസിക്കാം. ഇതിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിഷയം മാത്രം, സുപ്രീം കോടതിയുടെ വിധിയും ആ വിധിക്ക് അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള നടപടിക്രമങ്ങളും ഈ വിധി പ്രസ്താവിക്കാൻ തയ്യാറായ സുപ്രീം കോടതിയുടെ 5-അംഗ ബെഞ്ചിൽ 4 പേർ പുരുഷന്മാരായിരുന്നു, ഒരാൾ സ്ത്രീയായിരുന്നു. പക്ഷേ കർണാടക സംസ്ഥാനത്തു നിന്നുമുള്ള ശ്രീമതി ഇന്ദു മൽഹോത്ര എന്ന് പറയുന്ന സുപ്രീം കോടതി ജഡ്ജിയാണ് യഥാർത്ഥത്തിൽ ശബരിമലയുടെ താത്വികമായ ഭാവങ്ങളെ മുഴുവൻ കാണുകയും അതനുസരിച്ചിട്ട് ഈ പറഞ്ഞ പ്രായപരിധി എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഒരു ചെറിയ കാലം മാത്രമാണ്, അതുകൊണ്ട് അത് സംബന്ധമായിക്കൊണ്ട് സ്ത്രീകളോട് വിവേചനം കാണിച്ചിട്ടില്ല എന്ന് വളരെ വ്യക്തമായിട്ട് സൂചിപ്പിക്കുകയും ചെയ്തത്. ബാക്കി 4 പേരും, ആ 4 പേരിൽ ഒരാൾ പാഴ്സി സമൂഹത്തിൻ്റെ ആചാര്യൻ കൂടിയായിരുന്നു. മൃതദേഹങ്ങളോട് പോലും അശേഷം
മാന്യത പുലർത്താൻ തയ്യാറാവാതെ അവരുടെ വിശ്വാസമനുസരിച്ചിട്ട് അവർ ആര് മരിച്ചാലും ആ മൃതദേഹങ്ങൾ ഒരു പ്രത്യേക സ്ഥലത്ത് കൊണ്ടുപോയി കഴുകന് തിന്നാനായി നൽകുന്നതാണ് അവരുടെ സംസ്കാര രീതി. ഒരുപക്ഷെ നമുക്കത് ചിന്തിക്കാൻ പോലും കഴിയാത്തതിന് അപ്പുറത്താണ്. ഇവിടെ രണ്ടുപേർ പൂർണ്ണമായിട്ടും സ്ത്രീ പ്രവേശത്തിന് അനുകൂലമായിട്ട് എഴുതുകയും ശ്രീമതി ഇന്ദു മൽഹോത്ര പൂർണ്ണമായിട്ടും അതിനെതിരായി എഴുതുകയും മറ്റ് രണ്ടുപേർ അവർ വിയോജനക്കുറിപ്പ് എന്ന് പറയാൻ പാടില്ല, എന്നാൽ അതിനെ അനുകൂലിക്കുന്ന തരത്തിലുമല്ലാതെ എഴുതിയ ആ ഈ കുറിപ്പിനെ ജസ്റ്റിസ് ഖാൻവിൽക്കർ എന്ന് പറയുന്ന ജഡ്ജ് അംഗീകരിക്കുകയും ചെയ്തതുകൊണ്ട് സ്ത്രീകൾ പ്രവേശിക്കുന്നു എന്ന് പറയുന്ന ആ നടപടിക്രമത്തിന് 3-2 എന്ന തരത്തിൽ, അതായത് ഇന്ദു മൽഹോത്ര നിഷേധിച്ച അതിനനുകൂലമായിട്ടാണ് മറ്റു രണ്ടുപേരും വന്നത് എന്ന് തോന്നത്തക്ക നിലയിൽ വന്ന ആ ഒരു ഭാവം, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നിയമം പൂർണ്ണമായിട്ടും ഫുൾ ബെഞ്ചിന് റെഫർ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം 9-അംഗ ബെഞ്ചോ 13-അംഗ ബെഞ്ചോ ഉണ്ടാകാവുന്ന ആ ഒരു സാഹചര്യത്തിൽ, അതായത് ഈ വിധി പറഞ്ഞത് 5 അംഗങ്ങളായതുകൊണ്ടാണ് അങ്ങനെ ഒരു ചിന്ത വരുന്നത്. വന്നാൽ അത് പൂർണ്ണമാകുന്നത് വരത്തേക്കും ഇപ്പോൾ അപകടരഹിതമായ ഒരു മാർഗത്തിലൂടെ നാം പോയിക്കൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. തീർത്ഥാടനം ആരംഭിക്കുകയാണ്. ഇന്ന് വൈകുന്നേരം നട തുറക്കുകയാണ്. ഇതുവരേക്കും 3 ദിവസം അടഞ്ഞു കിടന്നിരുന്ന സ്വാമിയെ കാണുന്നതിന് ദർശിക്കുന്നതിനു വേണ്ടി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും വന്നെത്തിയവർ പമ്പയിൽ തമ്പടിച്ചിരിക്കുകയാണ്. അവരിന്ന് വൈകുന്നേരം തിരുനട തുറന്നു എന്ന അറിയിപ്പ് വരുന്നതോടുകൂടി പമ്പയിൽ നിന്ന് മുകളിലേക്ക് സന്നിധാനത്തേക്ക് യാത്രയാവും. പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ ഓർമ്മിക്കുക. ഒന്ന്, നിങ്ങളുടെ ഓരോരുത്തരുടെയും കയ്യിലുള്ള ഇരുമുടികളിൽ 1 ഗ്രാം പോലും പ്ലാസ്റ്റിക് വസ്തുക്കളില്ല എന്ന് ഉറപ്പുവരുത്തുക. 2, പമ്പയിലാണ് കഴിഞ്ഞിരുന്നത് എന്നുള്ളതുകൊണ്ട് മഴ നിശേഷം മാറിയ മട്ടിൽ കാണിക്കുന്നതുകൊണ്ട് പമ്പയിലെ നീരൊഴുക്ക് വളരെ കുറഞ്ഞിട്ടുണ്ടാവും. ആ സാഹചര്യത്തിൽ പമ്പ മലീമസമാകാതെ നോക്കേണ്ടുന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. യാതൊരു കാരണവശാലും അവരവർ ഉടുത്തിരിക്കുന്ന ധോത്തി അഥവാ മുണ്ട് വെള്ളത്തിൽ ഉപേക്ഷിക്കുക എന്ന നടപടിക്രമം അവസാനിപ്പിക്കുക. നിങ്ങൾക്കങ്ങനെ ഉപേക്ഷിച്ചേ പറ്റൂ എന്ന് നിർബന്ധമാണെങ്കിൽ കരയിൽ ഒരു പ്രത്യേക സ്ഥലം നിങ്ങൾ കണ്ടെത്തി അവിടെ നിക്ഷേപിക്കുക. അത് വാരി മാറ്റാനോ നശിപ്പിക്കാനും സ്കാവഞ്ചേഴ്സിന് എളുപ്പം സാധിക്കും. ഇത് 2ാമത്തെ കാര്യം. 3ാമത്തെ കാര്യം, സന്നിധാനത്തേക്കും പമ്പയിലേക്കും എത്തുന്നവർ ഓരോരുത്തരും ചിന്തിക്കുക, വെള്ളം കുടിക്കാനുള്ള ഒരു സ്റ്റീൽ ഗ്ലാസും ഭക്ഷണം കഴിക്കാനുള്ള ഒരു സ്റ്റീൽ പ്ലേറ്റും ഓരോരുത്തരും നിർബന്ധമായിട്ടും കരുതണം. കാരണം പ്ലാസ്റ്റിക് കോട്ടഡ് ഗ്ലാസും പ്ലാസ്റ്റിക് കോട്ടഡ് പ്ലേറ്റും ഞാനായിട്ടൊരു കാരണവശാലും പമ്പയിലോ സന്നിധാനത്തോ കൊണ്ടുവരികയില്ല എന്ന് ഓരോ സ്വാമിമാരും തീരുമാനം എടുത്താൽ പമ്പ സന്നിധാനം പ്ലാസ്റ്റിക് കൊണ്ട് മലീമസമാകുന്നതിൽ നിന്ന് നമുക്ക് മോചിപ്പിക്കാനായിട്ട് സാധിക്കും. അയ്യപ്പൻ്റെ അനുഗ്രഹത്തിന് അവർ പാത്രീഭൂതരാവുകയും ചെയ്യും. ഈ ഒരു ബോധ്യം ഓരോരുത്തരിലും ഉണ്ടാകുവാൻ ഭഗവാൻ അയ്യപ്പസ്വാമി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം. ഏവർക്കും നന്ദി, നമസ്കാരം. സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ.
അയ്യപ്പ ദർശനം നിങ്ങൾക്കായി സമർപ്പിച്ചത് അക്ഷയ കാറ്ററിംഗ് തൊടുപുഴ. കോസ്പോൺസേഡ് ബൈ വുഡ്ലാൻഡ് പ്യൂർ വെജിറ്റേറിയൻ ഹോട്ടൽ തൊടുപുഴ. കാൽ നൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ആഘോഷങ്ങൾ ഏതുമാവട്ടെ എല്ലാത്തരം വെജ് നോൺ വെജ് വിഭവങ്ങളും പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നു. നിങ്ങളുടെ നാവിലെ രസമുകുളങ്ങളെ തൊട്ടുണർത്തുന്ന രുചി വൈവിധ്യങ്ങൾ. സ്വാദിൽ ഒരൽപ്പം പോലും വിട്ടുവീഴ്ചയില്ലാതെ പാരമ്പര്യ തനിമ നഷ്ടപ്പെടാതെ വിഭവസമൃദ്ധമായി നിങ്ങളുടെ ആഘോഷങ്ങളെ വരവേൽക്കൂ. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴയ്ക്കൊപ്പം ഫോൺ 9744406785. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ഹൈറേഞ്ചിന്റെ കവാടമായ തൊടുപുഴയിൽ രുചിവൈവിധ്യങ്ങളുടെ നിറക്കലവറയായി വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ. കൈപുണ്യത്തിന്റെ മികവ് തെളിയിച്ചുകൊണ്ട് വിവിധയിനം ദോശകൾ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ് എന്നിങ്ങനെ കലർപ്പില്ലാത്ത വെജിറ്റേറിയൻ വിഭവങ്ങൾ. ഗ്രഹാതുരത്വം തുളുമ്പുന്ന അന്തരീക്ഷത്തിൽ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ തൊടുപുഴ മൂവാറ്റുപുഴ റോഡ്, മടക്കത്താനം, കൊച്ചങ്ങാടി. ഇരട്ടി മധുരവുമായി വുഡ്ലാൻഡ് സ്വീറ്റ്സ് എന്ന മധുരക്കലവറയും. ഞങ്ങളുടെ മറ്റൊരു സഹോദര സ്ഥാപനം വിജയ ബ്രിക്സ്, മടക്കത്താനം, കൊച്ചങ്ങാടി.